ഒരു ഷോർട്ട് ഫിലിം ചെയ്യാം, അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട് എന്നൊക്കെ ഞാൻ ഫ്രണ്ട്സിനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. സ്ക്രിപ്റ്റ് എഴുതി കുറച്ച് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്തപ്പോഴാണ്, മച്ചാനെ ഇത് ഷോർട്ട് ഫിലിമാണോ അതോ നീ ഫീച്ചർ ഫിലിമാണോ എഴുതി വെച്ചേക്കണേ എന്ന് ചോദിക്കണേ. കാരണം നമ്മൾ ഒരു സ്ക്രിപ്റ്റ് നമ്മുടെ ഒരു ഫ്രീഡം അനുസരിച്ചിട്ട് നമ്മളങ്ങോട്ട് എഴുതുന്നു. ബഡ്ജറ്റിനെ കുറിച്ച് ഒട്ടും ബോധേഡാവുന്നില്ല. അതിൻ്റെ അകത്ത് എത്ര ലൊക്കേഷൻ വരുന്നു, എത്ര ആൾക്കാർ വേണം, അതിൻ്റെ ഒരു സ്കെയിൽ എത്രയാണെന്നൊന്നും നമ്മൾ അപ്പോൾ ചിന്തിക്കുന്നില്ല. കോളേജ് ഒരു ഷോർട്ട് ഫിലിമിൻ്റെ അകത്ത് എങ്ങനെ ഒരു മേക്ക് ബിലീഫ് കൊണ്ടുവരാം, ഇതൊരു കോളേജാണ് എന്നുള്ളൊരു മേക്ക് ബിലീഫ് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളൊരു ചലഞ്ച്, അത് തന്നെയാണ് എന്നെ എക്സൈറ്റ് ചെയ്യിച്ചതും ഈ ഒരു പരിപാടി ചെയ്യാനായിട്ട്. ഒരു കോളേജ് സ്റ്റോറി ആയിട്ട് ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ചെറിയ ബഡ്ജറ്റിൽ പുൾ ഓഫ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഭീമൻ ടാസ്കാണ്. നമ്മളിപ്പോൾ ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ ഒരു 2 ലൊക്കേഷൻ ഉള്ള ഒരു സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്യുന്നത് പോലെയല്ല. ഇത്രയും ക്രൗഡ് ഡീൽ ചെയ്യുന്നതും ക്ലാസ് റൂമിൽ സ്റ്റുഡൻസിനെ ഡീൽ ചെയ്യുന്നതും അവർക്ക് വേണ്ട കോസ്റ്റ്യൂംസ് ഡീൽ ചെയ്യുന്നതും അതൊരു ഷോർട്ട് ഫിലിമിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ടീമില്ലാതെ വർക്ക് ചെയ്യുന്ന ഒരു വലിയ ഒരു സ്ക്രിപ്റ്റിനെ സംബന്ധിച്ച് വളരെ വലിയൊരു ടാസ്ക് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് മെയിനായിട്ട് വരുന്ന ചാലഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ ലൊക്കേഷനാണ്. നമ്മൾ ലൊക്കേഷൻസിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുക. നമ്മളൊരു കോളേജിനെ കാണുന്നു, അവർ റിജക്റ്റ് ചെയ്യുന്നു, അടുത്ത കോളേജിനെ കാണുന്നു, അവർ റിജക്റ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഒരു 3 ജില്ലകളിൽ, എറണാകുളം, തൃശ്ശൂർ, ഇടുക്കി, 3 ജില്ലകളിൽ നമ്മൾ പല കോളേജുകളെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. കോളേജുകാരുടെ ഒരു ബേസിക് നമ്മുടെ അടുത്തുള്ള ഒരു സമീപനം എങ്ങനെയാണ്, നമ്മളൊരു ഷോർട്ട് ഫിലിമായിട്ട് അവരോട് ചെല്ലുമ്പോൾ സമീപനം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഉദാഹരണം തരാം. ഞാനിവിടെ അടുത്തൊരു എറണാകുളം ജില്ലയിൽ തന്നെ ഒരു കോളേജിൽ ഒരു ലൊക്കേഷൻ ചോദിക്കാനായിട്ട് ചെന്നേക്കാണ്, പെർമിഷനായിട്ട് ചെന്നേക്കാണ്. അപ്പം ഞാൻ രാവിലെ 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ എത്തി. ഞാൻ അവിടുത്തെ പ്രിൻസിപ്പാളിനെ വിളിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, ഓക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു. അപ്പം ഞാനങ്ങനെ വെയിറ്റ് ചെയ്ത് ഉച്ചയായി. വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും പുള്ളി കയറി വന്നു. പുള്ളി ഭയങ്കര ഫാസ്റ്റിലാണ് കയറി തന്നെ. അപ്പോൾ പുള്ളി കയറി വന്നിട്ട് ചോദിച്ചു, എന്താ ഇവിടെ ഇരിക്കുന്നത്, എന്തായിരുന്നു? അപ്പോൾ ഞാൻ പറഞ്ഞു, ഫാദർ ഞാനൊരു ലൊക്കേഷൻ ഷോർട്ട് ഫിലിമിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇങ്ങനെ പെർമിഷന് വേണ്ടിയിട്ടായിരുന്നു. പുള്ളിയെ അതൊന്നും തരാൻ പറ്റില്ല, പൊക്കോ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് ഒട്ടുമിക്ക കോളേജുകളിലും നമ്മൾ നേരിട്ടിട്ടുള്ളൊരു സമീപനം. നമ്മുടെ ഉറക്കം കെടുത്തിയ ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു കോളേജ് സ്റ്റോറി ആണ് എന്നുള്ളത് തന്നെയാണ്. ക്രൗഡ് ഉണ്ടാവും. കോളേജ് എന്ന് പറഞ്ഞാൽ ക്രൗഡാണ്, കോളേജ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് ആണ്. ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് നിറയെ സ്റ്റുഡൻസ് വേണം. അപ്പോൾ നമ്മൾ നമ്മുടെ കോളേജിൽ ജൂനിയർ ആയിട്ടുള്ള നമ്മുടെ സ്റ്റുഡൻസിനെ വിളിക്കുന്നു. പിന്നെ നമ്മുടെ ഏറ്റവും അടുത്ത നമ്മുടെ നാട്ടിലെ സുഹൃത്തുക്കളെ കുറച്ച് പേര് വിളിക്കുന്നു. അവർക്ക് യൂണിഫോംസ് ഒപ്പിക്കണം. അപ്പം നമ്മൾ ഒരേ യൂണിഫോമുള്ള ഫ്രണ്ട്സിനെയൊക്കെ പോയി കണ്ട്, ആൾക്കാരെയൊക്കെ പോയി കണ്ട്, അങ്ങനെ നമ്മൾ യൂണിഫോം കളക്ട് ചെയ്ത് നമ്മൾ ക്ലാസ് റൂം സെറ്റ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്തതാണ് ഒരു കോളേജ് ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെ ചെയ്യുന്ന ആലോചിച്ചിട്ട് ഒരു പിടിയില്ല. കാരണം ഇത്രയും ക്രൗഡ് വേണം. ക്രൗഡിനെ നമ്മൾ എങ്ങനെ ഒപ്പിക്കുന്ന ആലോചിച്ചിട്ട് ഒരു പിടിയില്ലാത്തൊരവസ്ഥയായിരുന്നു. മനുഷ്യന് കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു ഈ കോളേജ് ഡേ പരിപാടിയൊക്കെ ആലോചിച്ചിട്ട്. പിന്നെ നമ്മളങ്ങ് വിചാരിച്ചു, ഓക്കെ നമുക്ക് നമ്മുടെ നാട്ടുകാരുടെ അടുത്തേക്കൊക്കെ ഇങ്ങോട്ട് ഇറങ്ങാം. അപ്പം നമ്മളൊരു കല്യാണം വിളിക്കുന്ന പോലെ നമ്മൾ നാട്ടിലൂടെ ഇറങ്ങി നടന്ന് നമ്മുടെ ഫ്രണ്ട്സിനെ കണ്ട് വിളിച്ച്, എടാ ഇന്ന ദിവസം ഇന്ന പരിപാടി ഉണ്ട് വന്നട്ടോ എന്നും പറഞ്ഞിട്ട് പോയി വിളിക്കും. ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. ഒരു ഗ്രൂപ്പല്ല, പല ഏരിയയിലുള്ളവർക്ക് പല ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് ആൾക്കാരെ കളക്ട് ചെയ്തിരുന്നു. നമുക്ക് പേടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ആ സമയത്ത് അവിടെ ചെന്ന് കഴിയുമ്പോൾ, ലൊക്കേഷനിൽ ചെന്ന് കഴിയുമ്പോൾ ആൾക്കാരവിടെ വേണം. ആൾക്കാർ വന്നില്ലെങ്കിൽ നമ്മൾ പെടും. നമുക്ക് അന്ന് ഷൂട്ട് നടക്കില്ല, നമ്മുടെ വലിയൊരു ലോസ് വരും. ഭയങ്കരമായിട്ടുള്ളൊരു ഗ്യാംബ്ലിംഗ് ആയിരുന്നു ആ ഒരു കോളേജ് ഡേ സീക്വൻസ് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇരുന്ന് വിളിക്കും, ബ്രോ വരില്ലേ എന്ന് വിളിച്ച് നമ്മൾ കൺഫേം ചെയ്യും. ഒരു പ്രാവശ്യം കൺഫേം ചെയ്യും, ഡബിൾ കൺഫേം ചെയ്യും, ട്രിപ്പിൾ കൺഫേം ചെയ്യും. നമ്മൾ ഷൂട്ടിന് അവിടെ ലൊക്കേഷനിൽ ചെന്ന് നിന്ന് അവിടെ നിന്ന് വരെ നമ്മൾ കോൾ ചെയ്ത് വിളിച്ച് കൺഫർമേഷൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ രാവിലെ ഞങ്ങൾ ഈ പറഞ്ഞ കോളേജ് ഡേയും പരിപാടിയൊക്കെ സെറ്റ് ചെയ്ത്, സ്റ്റേജും സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോൾ ആർട്ടിസ്റ്റുകളൊക്കെ വന്നു. ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഈ പറഞ്ഞ ആൾക്കാർ ഒട്ടുമിക്കവരും തന്നെ വന്നിട്ടില്ല. എന്ത് ചെയ്യും? സ്റ്റേജ് റെഡിയാണ്, എക്യുപ്മെന്റ്സ് റെഡിയാണ്, എല്ലാം റെഡിയാണ്, ആൾക്കാരില്ല. ആകെ കിളി പോയ അവസ്ഥയായി. പിന്നെ നമ്മൾ ഇരുന്ന് വിളിച്ചു, എല്ലാവരെയും ഒന്നും കൂടി വിളിച്ചു, ഗ്രൂപ്പിൽ പിന്നെ മെസ്സേജസ് അയച്ചു. പിന്നെ ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാവരും വരാൻ തുടങ്ങി. പക്ഷെ ഈ പറഞ്ഞ ആർക്കും തന്നെ പേയ്മെന്റ് ഇല്ല കേട്ടോ. എല്ലാം സുഹൃത്തുക്കളാണ്, ആർക്കും തന്നെ പേയ്മെന്റ് ഇല്ല. അവരോടൊക്കെ പറഞ്ഞത് ഒരു 2-3 മണിക്കൂർ വന്ന് നിന്നാൽ മതി, ക്രൗഡിന്റെ കുറച്ച് ഷോർട്സ് എടുക്കണം, ഒരു 2-3 മണിക്കൂർ നിന്നാൽ മതി എന്ന് പറഞ്ഞാണ് ഇവരെയൊക്കെ വിളിക്കുന്നത്.
ഹാഫ് ബിരിയാണി നമ്മൾ വാങ്ങിച്ച് അതാണ് നമ്മൾ ഈ വന്ന എല്ലാവർക്കും കൊടുത്തത്. ഈ ഒരു പരിപാടി എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് കാണാനും അതിന്റെ ഒരു ഭാഗമാവാൻ, ഒരു സ്നേഹത്തിന്റെ പുറത്ത് വന്ന ക്രൗഡാണ് ആ കോളേജിൽ നിങ്ങൾ കാണുന്ന ആ ക്രൗഡ്. പക്ഷെ ഹാളിൽ ഒരു മുന്നറിയിപ്പ് ഉണ്ടായി, ഈ ചെറിയ രൂപയ്ക്കാണ് നിങ്ങൾ ഈ ഹാൾ എടുക്കുന്നത്, ഫുഡ് കഴിക്കണമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇനി ഒരു 2000 രൂപ കൂടുതൽ തരേണ്ട വരും. അപ്പോൾ നിങ്ങൾ നിലത്തൊന്നും ചാടിക്കരുത്, നിലത്ത് ചാടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 2000 രൂപ എക്സ്ട്രാ അടയ്ക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടായി. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും പുറത്തിറങ്ങി നിന്ന്, ഈ പറഞ്ഞ ക്രൗഡെല്ലാം പുറത്തിറങ്ങി പോയി നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് വന്ന് നിന്നത്. പക്ഷെ ഞങ്ങൾ ഈ പറഞ്ഞ കോളേജിലുള്ള സീക്വൻസ്, ഞങ്ങൾ ഈ ക്രൗഡിന്റെ സീക്വൻസ് ഷൂട്ട് ചെയ്യുന്ന ഒരു 2-2.5 കൂടിപ്പോയ ഒരു 3 മണിക്കൂറിനുള്ളിലാണ് ഈ പറഞ്ഞ കോളേജിലെ സീക്വൻസ് തീർത്തതും ആൾക്കാരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിട്ടത്. അങ്ങനെ അതാണ് ആ കോളേജിന്റെ സീക്വൻസിന്റെ പുറകിലുള്ള കഥ. പിന്നെ ഇതിന്റെ ക്യാമറാമാൻ സിനിമാറ്റോഗ്രാഫർ ഇജാസ് ഹുസൈൻ. ഇജാസും ഞാനും ക്ലാസ്മേറ്റ് ആണ്, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കാൻ പോയി, അവിടെ നിന്ന് കണ്ട് ഫ്രണ്ട്സ് ആയതാണ്. ഇജാസിന്റെ കാണുന്നത് ഈ ഫോണിൽ വരുന്ന അവനിടുന്ന സ്റ്റോറീസ് ഒക്കെ ഉണ്ട്, ഫോണിൽ എടുക്കുന്ന സ്റ്റോറീസ് പരിപാടികളൊക്കെയാണ് ഞാൻ കാണുന്നത്. എനിക്കറിയില്ല അവൻ ജിംബൽ യൂസ് ചെയ്യോ എന്ന് പോലും എനിക്കറിയാൻ പാടില്ല. പക്ഷെ എനിക്ക് ഇജാസിന്റെ എസ്തെറ്റിക്സിൽ എനിക്ക് വിശ്വാസം ഉണ്ടായി. അപ്പൊ ഇജാസിന് അങ്ങനെയാണ് ഈ ഒരു ഷോർട്ട് ഫിലിമിലെ ക്യാമറമാനെ നോക്കുന്നത്. അസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്തവരും പല സ്ഥലങ്ങളിൽ ക്യാമറ ചെയ്തിട്ടുണ്ട്. അഭിഷേക് PS, പുള്ളി ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫറാണ്. പക്ഷെ അവൻ നമ്മുടെ കോളേജിലെ രാവിലത്തെ വിക്ടർ വരുന്ന സീൻ പരിപാടികൾ, സെക്യൂരിറ്റി ആയിട്ട് സംസാരിക്കുന്ന സീനൊക്കെ എടുത്തത് അഭിഷേകാണ്. ഒരു ക്ലാസ് റൂമിൽ സീനുണ്ട്, ടീച്ചറിന് ഇംഗ്ലീഷ് അറിയാം, എനിക്ക് മലയാളം അറിയാം എന്ന് പറയുന്ന ആ ഒരു സീൻ ഉണ്ടല്ലോ. ആ ഒരു ദിവസം ഇജാസ് വന്നിട്ടുണ്ടായിരുന്നില്ല, ഇജാസിന് വേറെ ജോലിയായിട്ട് ഇജാസ് പോയേക്കായിരുന്നു. അപ്പൊ ആ ഒരു സീനിൽ കുറച്ചധികം ഷെയ്ക്ക് ആവുന്നുണ്ട് ക്യാമറ. അന്ന് തന്നെ ഈ പറയുന്ന 100-120 ഷോട്ടൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കി എല്ലാ ഷോട്ടുകളും വളരെ നമുക്ക് വേണ്ട രീതിക്ക് അസിസ്റ്റന്റ് നല്ല രീതിക്ക് തന്നെ ചെയ്തു തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഇജാസിനെ കുറ്റം പറയരുത്, ഇജാസിന് അതിൽ നല്ല വിഷമം ഉണ്ടായിരുന്നു. ഇജാസ് പറഞ്ഞാൽ നമുക്കത് റീഷൂട്ട് ചെയ്താലോ, എന്റെ പൊന്നളിയാ ഇതൊക്കെ എങ്ങനെ റീഷൂട്ട് ചെയ്യാനാ, അവിടേക്കൊന്നും കേറ്റൂല മനുഷ്യരെ. അപ്പൊ അത് ഞാനിപ്പോൾ ക്ലിയർ ആക്കിയേക്കാണ്. ഇജാസ് എടുത്തതല്ല, അസിസ്റ്റന്റ് ആണ് എടുത്തത്. എടാ നിനക്ക് അഭിനയിക്കാൻ താല്പര്യം ഉണ്ടോ, നീ അത്യാവശ്യം ചെയ്യുമല്ലോ, വാ, നിനക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടോ, വാ എന്നും പറഞ്ഞാണ് നമ്മുടെ കയ്യെത്തും ദൂരത്തുള്ള ഫ്രണ്ട്സിനെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുള്ളത്. അങ്ങനെ കോളേജിലെ പരിപാടി കഴിഞ്ഞു. പക്ഷെ അവിടെയും തീരണില്ല, ഇനിയും കിടക്കുകയാണ് ഈ പറയുന്ന ക്രൗഡ് സീക്വൻസ് ഷൂട്ട് ചെയ്യാനായിട്ട്. നമ്മുടെ നോർമൽ സീനുകളൊക്കെ എടുക്കുമ്പോഴും എൻ്റെ ബാക്ക് ഓഫ് ദി ഹെഡ് ഞാൻ കിടന്നുറങ്ങുമ്പോൾ എൻ്റെ മൈൻഡിലുണ്ട്, ഓക്കെ ഒരു സ്ട്രൈക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സീൻ ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് ഇത്ര ആൾക്കാർ വേണം, അതിനുള്ള പരിപാടികൾ ഇനി ചെയ്തു തുടങ്ങണം. ഇന്ന് തൊട്ട് ചെയ്തു തുടങ്ങിയാലാണ് അന്നത്തേക്ക് ഇത്രയും ക്രൗഡ് റെഡി ആവുള്ളൂ. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വരുന്ന ക്രൗഡ് യൂണിഫോം എന്തായാലും ഇടണം. ഈ പറയുന്ന കുറെ ആക്ടിവിറ്റീസ് പരിപാടികൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് വിളിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ജൂനിയേഴ്സ് വില്ലിങ് ആവോ എന്നുള്ളത് വലിയൊരു ചോദ്യമായിരുന്നു. ഇത്രയും യൂണിഫോം എവിടെ നിന്ന് ഒപ്പിക്കുന്നുള്ളതായി മെയിൻ ആലോചന. കാരണം ഭയങ്കര ടാസ്ക്കാണ്, യൂണിഫോം കണ്ടുപിടിക്കാൻ ഭയങ്കര ടാസ്ക്കാണ്. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം പാറ്റേണിലുള്ള നീലയിൽ വരെയുള്ള യൂണിഫോം തപ്പി കറങ്ങാൻ തുടങ്ങി. അങ്ങനെ കറങ്ങി നമ്മൾ കളമശ്ശേരി പോകുന്നു. അവിടെ ഒരു കോളേജിൽ ഇങ്ങനെ ഒരു യൂണിഫോം കാണുന്നു. അപ്പോൾ അവിടെ കാണുന്ന ഒരു പയ്യനെ നമ്മൾ ഓടിച്ചിട്ട് പിടിച്ചിട്ട് ബ്രോ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, അപ്പോൾ ബ്രോ വന്നെയാണെങ്കിൽ ഒരു 2 മണിക്കൂർ കൂടിപ്പോയൊരു 3 മണിക്കൂർ നിന്നാൽ മതി, ഞങ്ങളൊരു 500 രൂപ തരാം, അപ്പോൾ യൂണിഫോം ഇട്ട് വരാമോ, നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ സ്പ്രെഡ് ചെയ്യുക, നിങ്ങളുടെ സ്റ്റുഡൻസിനെ അറിയിക്കുക, എന്നിട്ട് അവരോട് യൂണിഫോം ഇട്ട് വരാൻ പറയാം, ഒരു 3 മണിക്കൂർ നിന്നാൽ മതി, ഇന്ന സ്ഥലത്താണ് ലൊക്കേഷൻ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ യൂണിഫോം തന്നാൽ മതി, നിങ്ങൾ യൂണിഫോം തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് തരാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒട്ടുമിക്കതും തന്നെ പാളിപ്പോയി, ചിലതൊക്കെ വിജയിച്ചു. പക്ഷെ നമുക്ക് എന്നിട്ടും ഈ പറഞ്ഞ പോലെ യൂണിഫോം അങ്ങോട്ട് എത്തുന്നില്ല. ഞാൻ പഠിച്ച കോളേജിൽ ഈ പറഞ്ഞ യൂണിഫോമാണ്. അപ്പൊ ഞാൻ ആ കോളേജിലേക്ക് ചെന്നു. ആ കോളേജിൽ ചെന്നപ്പോൾ അവിടെ ഒരു ചെറിയൊരു ആർട്ട് ഫെസ്റ്റ് പോലത്തെ പരിപാടി നടക്കുക. അപ്പൊ ഞാൻ അവിടെ ചെന്നു, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ നേരെ മൈക്ക് എടുത്ത് സ്റ്റേജിൽ കയറി സ്റ്റുഡൻസിനോട് പറഞ്ഞു. അവിടെ ഉള്ള എൻ്റെ ജൂനിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്നെ കാണാത്ത, ഞാനായിട്ടൊരു ബന്ധമില്ലാത്ത ജൂനിയേഴ്സ്, ചേട്ടാ ഞങ്ങളിത് ഒപ്പിച്ചു തരാം, യൂണിഫോം ഒപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് അവർ ഇനീഷ്യേറ്റീവ് എടുത്ത് അവിടുത്തെ സ്റ്റുഡൻസിന്റെ യൂണിഫോംസ് ഒക്കെ കളക്ട് ചെയ്ത് പിറ്റേ ദിവസം കുറച്ച് കുട്ടികൾ അവരുടെ കോളേജിലെ യൂണിഫോം അവരിട്ട് വന്നു. പിന്നെ ഞങ്ങൾ ഈ പറഞ്ഞ യൂണിഫോംസ് അവർക്ക് കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ സമരം ഷൂട്ട് ചെയ്തത്. പക്ഷെ നമ്മൾ സമരം ഷൂട്ട് ചെയ്യുമ്പോഴും ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു 3 മണിക്കൂറിനുള്ളിൽ പരിപാടി തീർക്കാന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു 3 മണിക്കൂറിനുള്ളിലാണ് നമ്മൾ ഈ ഒരു ചെറിയൊരു റേറ്റിന് കോളേജ് ഹോസ്റ്റലിലും ഒക്കെ നിൽക്കുന്ന സ്റ്റുഡൻസ് അവിടെ എത്തി നമ്മുടെ ഈ സീനിൽ വന്ന് പങ്കെടുക്കുകയും ചെയ്തത്. അങ്ങനെയാണ് നമ്മൾ ആ ഒരു കോളേജ് ഒരു സ്ട്രൈക്ക് നമ്മൾ ഷൂട്ട് ചെയ്തത്. വിക്ടർ ജോസഫ് എന്നുള്ള ക്യാരക്ടറിന്റെ രൂപം കണ്ടാൽ അറിയാം, പുള്ളിക്കാരന് ഇവിടം വരെ മുടിയുണ്ട്,
നല്ല താടിയുണ്ട്. ഇതൊക്കെ വളർത്തിയതും താടി വെച്ചതും എല്ലാം തന്നെ കോളേജിൽ പ്രഷർ മൂലം വിക്ടർ ജോസഫ് താടി പഠിക്കുന്നതും മുടി വെട്ടുന്നതായിട്ട് കാണിക്കാനാണ് അത്രയും നാള് കഷ്ടപ്പെട്ടും മുടി വളർത്തിയതും താടി വളർത്തിയതൊക്കെ. പക്ഷെ സെയിം ടൈം ലൈൻ 2 ലൊക്കേഷനിൽ പോകുന്നുണ്ടായിരുന്നു. ക്ലാസ് റൂമിൽ പോകുന്നുണ്ടായിരുന്നു, ഔട്ട്ഡോറും പോകുന്നുണ്ടായിരുന്നു. നമുക്ക് ഈ താടിയും മുടിയും വെച്ചുകൊണ്ട് തന്നെ ഉള്ള സീൻ ഔട്ട്ഡോറും ഉണ്ട്, ക്ലാസ് റൂമിലും ഉണ്ട്. അപ്പോൾ നമ്മൾ ക്ലാസ് റൂമിലെ സീനുകളൊക്കെ ഏകദേശം സെറ്റായി ഔട്ട്ഡോർ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഔട്ട്ഡോറിന് പെർമിഷൻ തന്ന കോളേജ് ബാക്ക് ഓഫ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മുടി വെട്ടുന്ന സീനും നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ വിക്ടർ ആ ലുക്കിൽ തന്നെ എൻറ്റയർ ഷോർട്ട് ഫിലിം കംപ്ലീറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു വിഷമം വന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിത് ചെയ്യാൻ പറ്റുമോ, നമ്മുടെ പെർഫെക്ഷൻ പോയില്ലേ എന്നൊക്കെ ഒരു തോട്ടൊക്കെ ഉണ്ടായി. പക്ഷേ ചോദിച്ച ചോദ്യം ഇതാണ്, നീ ഇത്രയും പൈസ ഇറക്കി ഇത്രയും നമ്മൾ ഷൂട്ട് ചെയ്തു, ഇനി നമ്മൾ നിർത്തണോ അതോ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം? അപ്പോൾ നമ്മൾ റെഫറൻസ് എടുത്ത ചില കോളേജുകളിൽ അവിടുത്തെ കുട്ടികൾ മുടിയും താടിയും വളർത്തിയവരുണ്ട്. പക്ഷെ അവിടെ മറ്റ് ഈ പറയുന്ന സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, റൂളുകളുണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ അങ്ങനെ ഒരു കഥ പറയാം എന്ന് സ്വയം സമാധാനിച്ചുകൊണ്ട് പിന്നെ നമ്മൾ ഇമോഷൻസിൽ വർക്ക് ചെയ്ത് കഥയിൽ വർക്ക് ചെയ്ത് നമ്മൾ ഈ ഷോർട്ട് ഫിലിം കംപ്ലീറ്റ് ചെയ്യും. പിന്നെ ഇതിലെ തമിഴ് സോങ്, അതിൻ്റെ അകത്ത് ഡാൻസ് വന്നിട്ടുണ്ട്. അതിൽ വന്ന് പെർഫോം ചെയ്തിട്ടുള്ളത് എൻ്റെ സുഹൃത്തുക്കളാണ്. ഞങ്ങൾ പണ്ട് ഒരുമിച്ച് ഡാൻസ് ചെയ്തുകൊണ്ടിരുന്ന വന്നു പോയിട്ടുള്ളത് രഞ്ജിത്ത് ആണെങ്കിലും ഉമേഷ്, എൻ്റെ സുഹൃത്തുക്കളാണ് വന്ന് ഡാൻസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ വൈറലായ ഒരു സീൻ ഉണ്ടായിരുന്നു, വിക്ടറും PT സാറും തമ്മിലുള്ള ഒരു സീൻ. ഭാരത് മാതാ തൃക്കാക്കര കോളേജിൽ 3ാമത്തെ നിലയിലാണ് ഈ ഷോട്ട് എടുക്കുന്നത്. അപ്പോൾ അവിടെ കറണ്ട് കിട്ടില്ല, മറ്റേ ജനറേറ്ററിന്റെ സഹായത്തിലാണ് ഞങ്ങൾ അവിടെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ താഴത്തെ നിലയിൽ നിന്ന് ജനറേറ്റർ മേളിലേക്ക് എത്തിക്കണം. അന്നാണെങ്കിൽ നമുക്ക് അസിസ്റ്റൻസും ഇല്ല. അസിസ്റ്റൻസ് ഒക്കെ ഇറങ്ങി ഓടുകയാണ്, കാരണം പട്ടിപ്പണിയാണ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് അസിസ്റ്റൻ്റായിട്ട് ക്യാമറ അസിസ്റ്റൻറ്റും ഉണ്ടാവില്ല, അസിസ്റ്റന്റ് ഡയറക്ടറും നോക്കണ്ട, രക്ഷയില്ല. അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് ആ ജനറേറ്റർ പൊക്കി മേളിലേക്ക് കൊണ്ടുവന്ന് വേർത്ത് കുളിച്ച് ആ വേർപ്പൊക്കെ തുടച്ച് നീക്കിയിട്ടാണ് ആ ഡയലോഗ് പറയണത്. സാറേ അത് അത്ര നടുനീളം ഡയലോഗ്. സാറേ ഞാൻ ഈ നാട്ടുകാരാന്നൊക്കെ പറഞ്ഞ് തగ్గടിക്കുന്ന സാധനം, ആ സീനിന്റെ പുറയിലുള്ള കഥ ഇതാണ്. അപ്പോൾ എന്നോട് ക്യാമറമാനും ഫ്രണ്ട്സും ഒക്കെ ചോദിക്കുന്നുണ്ട്, എടാ അപ്പം അങ്ങനെ ഈ ക്രൗഡിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അവരോട് എങ്ങനെ പറയും എന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. ബ്രോ, എനിക്കിനി ഒരു കോളേജ് ഫെസ്റ്റും കൂടിയും ഇതിൻ്റെ അകത്ത് ഷൂട്ട് ചെയ്യാറുണ്ട്. കോളേജ് ഫെസ്റ്റാ, അത് എന്ത് പറയണ ഷോർട്ട് ഫിലിമിൽ കോളേജ് ഫെസ്റ്റാ എന്നുള്ള ഒരു മൈൻഡായിരുന്നു പിന്നെ എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പക്ഷെ അതിനി ഒരു വഴിയില്ല, കാരണം നമ്മൾ ഓൾറെഡി ഒരു കോളേജ് ഡേ നമ്മുടെ നാട്ടുകാരെയും ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് അവരുടെ സഹകരണത്തോടെ അത്രയും അവർ സഹിച്ച ഒരു കോളേജിൽ നമ്മൾ സെറ്റ് ചെയ്തെടുത്തു. ഒരു സ്ട്രൈക്ക് നമ്മൾ പൈസയൊക്കെ കൊടുത്തു, യൂണിഫോമൊക്കെ ഓടിയൊന്ന് സെറ്റ് ചെയ്ത് നമ്മളൊരു സ്ട്രൈക്ക് സെറ്റ് ചെയ്തെടുത്തു. അപ്പോൾ ഈ നാട്ടുകാരൊന്നും ഇനി വന്ന് ഇനി സഹകരിക്കില്ല എന്നുള്ള വ്യക്തമാണ്. അപ്പം നമുക്ക് ആകെയുള്ളൊരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു ഐഡിയയിൽ തിങ്ക് ചെയ്തു, നമുക്ക് വേറെ കോളേജിലെ പരിപാടികൾ പിടിക്കാം, എന്നിട്ട് അതിൻ്റെ ഇടയിൽക്കൂടെ നമുക്ക് വേണ്ട സീനുകൾ നമുക്ക് എങ്ങനെയെങ്കിലും ചെയ്തെടുക്കാം, നമ്മുടെ ആർട്ടിസ്റ്റിൻ്റെ സ്റ്റേജിൽ കയറ്റി നമുക്ക് വേണ്ട ഷോട്ടുകൾ എടുക്കാം, നമുക്ക് അവരായിട്ടൊന്ന് സംസാരിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് കോളേജുകൾ കയറി ഇറങ്ങാൻ തുടങ്ങി. കോളേജുകൾ കയറി ഇറങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2 ഒന്നുമല്ല, ഇഷ്ടം പോലെ കോളേജിൽ പോയി നമ്മൾ സംസാരിച്ച് എല്ലായിടത്തുനിന്നും ആട്ടി പുറത്താക്കാന്നുള്ളായിരുന്നു ഉണ്ടായ കാര്യം. നമ്മൾ ചെല്ലുന്നു, ചോദിക്കുന്നു, നമുക്ക് ഇങ്ങനെ ഒരു കോളേജിൽ ചെയ്യണം, നിങ്ങളുടെ കയറിക്കോട്ടെ ചെയ്തോട്ടെ. നോ, ആരും സമ്മതിക്കുന്നില്ല. നമ്മൾ കുറേ കോളേജിൽ 150 കോളേജോളം കയറി ഇറങ്ങി. അങ്ങനെ അവസാനം നമ്മൾ ഇവിടെ ഭാരത് മാതാ, ആലുവയിലെ ഭാരത് മാതാ ചൂണ്ടി ആർട്സ് കോളേജിൽ ചെന്നു. അവിടെ ഞങ്ങളെ പഠിപ്പിച്ച ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, മരിയ എന്ന് പറഞ്ഞിട്ടൊരു ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചറിന്റെ സഹായം കൊണ്ട് അവിടുത്തെ മാനേജ്മെന്റായിട്ട് സംസാരിച്ച് അവരുടെ പരിപാടിയുടെ ഇടയിൽ ഷൂട്ട് ചെയ്തോളൂ, കുഴപ്പമില്ല, ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്, അല്ലാതെ നിങ്ങൾ ഷൂട്ട് ചെയ്തോളൂ, പക്ഷെ പകരം നിങ്ങൾ ഞങ്ങൾക്ക് എന്താണ് ചെയ്തു തരാമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളൊരു അവിടുത്തെ സ്റ്റുഡൻസ് യൂണിയനായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ചേട്ടാ ഞങ്ങൾക്ക് ഒരു DJ പരിപാടി സെറ്റ് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു. അപ്പം ഞങ്ങളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടായ ഒരു DJനെ സെറ്റ് ചെയ്ത്, പക്ഷെ അവൻ മോശമല്ല, അവൻ വളരെ നല്ലൊരു DJ ആണ്. അങ്ങനെ പുള്ളിക്കാരനെ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുത്തു, ചെറിയ റേറ്റിന് സെറ്റ് ചെയ്ത്. അങ്ങനെ നമ്മൾ അവിടുത്തെ പെർമിഷൻ വാങ്ങി നമ്മൾ ഒരു കോളേജിലെ പരിപാടിയുടെ ഇടയിൽക്കൂടെ, ഒരു ലൈവ് കോളേജിലെ ഒരു ഒരു പരിപാടിയുടെ ഇടയിലൂടെയാണ് നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ലാസ്റ്റ് ആ ഒരു സീക്വൻസ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ അകത്തൊരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർട്ടിസ്റ്റ് സ്റ്റേജിൽ കയറിയിട്ടുള്ള സീൻ എടുക്കണം. പക്ഷെ ഈ ഒരു സമയം ആയപ്പോഴത്തേക്കും അവിടുത്തെ സ്റ്റുഡൻസ് എല്ലാവരും അവിടെ DJ സെറ്റ് ചെയ്യാനുള്ള തിരക്കിലേക്ക് മാറി, കസേരകളൊക്കെ മാറ്റാൻ തുടങ്ങി. അവസാനം എനിക്ക് മനസ്സിലായി ഇത് കയ്യിൽ നിന്ന് പോവും, എങ്ങനെയെങ്കിലും ഓടിക്കയറി പറഞ്ഞില്ലെങ്കിൽ ഇത് നടക്കൂല. എല്ലാവരും ഫ്രീസായിട്ട് നിൽക്കുക.
അപ്പൊ ആ സമയത്ത് പെട്ടെന്ന് ദൈവമേ എന്റെ കയ്യിൽ നിന്ന് പോണാണല്ലോ കാണുന്നത് എന്നുള്ള ഒരു ചിന്ത വന്നു കഴിഞ്ഞപ്പോൾ ഇറങ്ങി ഓടി, ക്രൗഡിന്റെ ഇടയിൽ കൂടെ ഓടി, സ്റ്റേജിൽ കയറി മൈക്ക് മേടിച്ച് കാര്യം അവരെ ധരിപ്പിച്ച് ക്രൗഡിനെ റെഡിയാക്കിച്ച് ഞങ്ങൾ അങ്ങനെ അവസാനത്തെ കോളേജ് ഡേയുടെ സീനും ഞങ്ങൾ എടുത്തു. കാണുന്നവർക്ക് ഇതൊരു ഷോർട്ട് ഫിലിം ആയിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് ഇതൊരു ഷോർട്ട് ഫിലിം അല്ല. ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു വലിയൊരു അച്ചീവ്മെന്റ് ആണ്. ലൈഫിൽ ഇനി എന്തൊക്കെ പ്രൊജക്റ്റ് ചെയ്താലും, എത്ര വലിയ പരിപാടികൾ ഞങ്ങൾ ചെയ്താലും, എത്ര ക്ലീൻ ആയിട്ടുള്ള ടെക്നിക്കലി സോളിഡ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്താലും, ചെയ്ത ഈ ഒരു ഡൗൺ ട്രോഡൻ പരിണാമം എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ഞങ്ങൾക്ക് അത്രയും സ്പെഷ്യലാണ്. കാരണം ഒരിക്കലും നടത്തിയെടുക്കാൻ പറ്റില്ല, ഇമ്പോസിബിൾ എന്ന് ഇതിൻ്റെ സ്ക്രിപ്റ്റ് കേട്ടവർ, ഇതിൻ്റെ സീൻസ് കേട്ടവർ പറഞ്ഞെടുത്തു നിന്നും പോസിബിൾ ആക്കി എടുത്ത ഒരു ഷോർട്ട് ഫിലിമാണ് ഡൗൺ ട്രോഡൻ പരിണാമം. അപ്പോൾ അത്രയും ഞങ്ങൾക്ക് അത്രയും അടുപ്പമുള്ള ഒരു വർക്കാണ് ഞങ്ങളുടെ ഈ ഷോർട്ട് ഫിലിം.